ഹായ് ഹലോ ഫ്രണ്ട്സ്, JK സോളാർ പവർ സിസ്റ്റംസിന്റെ പുതിയൊരു ഇൻസ്റ്റലേഷൻ വീഡിയോയിലേക്ക് ആർക്കും സ്വാഗതം. ഞാൻ ജിബിൻ. ഇവിടെ ഒരു ഓഫ് ഗ്രിഡ് സിസ്റ്റമാണ് പരിചയപ്പെടുന്നത്. നമ്മൾ ഏകദേശം ഒരു 3 വർഷത്തോളമായിട്ട് നമ്മുടെ ചാനലിലൂടെ ഒരു വർഷം ഒരു 20 മുകളിൽ വീഡിയോസ് പബ്ലിഷ് ചെയ്യുന്ന ഒരു വിഷയം തന്നെയാണ്. ഇവിടെ നമ്മളൊരു 3 kVA സോളാർ ഓഫ് ഗ്രിഡ് സിസ്റ്റം നമുക്ക് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ വീടുകളിൽ അത്യാവശ്യം സ്ഥാപനങ്ങളിലൊക്കെ ഏറ്റവും പോപ്പുലറായിട്ട് ഉപയോഗിക്കുന്ന ഒരു 3 kVA സോളാർ ഓഫ് ഗ്രിഡ് സിസ്റ്റമാണ്. ഈ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന പോലെ 2 സോളാർ മൊഡ്യൂൾസ്, അതിപ്പോൾ നമുക്കൊരു 550 മുതൽ 630 വരെയുള്ള പാനലുകൾ അവൈലബിൾ ആണ്. ഇവിടെ നമ്മൾ വാരി സോളാർ ബ്രാൻഡിങ്ങിൽ വരുന്ന ഒരു 590-ൻ്റെ 2 ടോപ്പ് കോൺ ബൈഫേഷ്യൽ പാനലുകളാണ് ഇപ്പോൾ നിലവിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ 2 പാനലുകൾ ഉപയോഗിച്ചുകൊണ്ട് 3 kVA സോളാർ ഇൻവെർട്ടറും ഒരു 2.5 യൂണിറ്റ് സ്റ്റോറേജ് വരുന്ന ലിഥിയം ഫെറോഫോസൈറ്റ് ബാറ്ററിയും വെച്ച് ചെയ്തിരിക്കുന്ന ഒരു സൂപ്പർ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഓഫ് ഗ്രിഡ് സിസ്റ്റമാണ്. ഇത്തരത്തിൽ ചെറുതും വലുതായിട്ടുള്ള ഓഫ് ഗ്രിഡ് സിസ്റ്റംസ്, അതുപോലെ തന്നെ ഹൈബ്രിഡ് ഇൻസ്റ്റലേഷൻസ്, ഓൺ ഗ്രിഡ് ഇൻസ്റ്റലേഷൻസ്, സോളാറായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പുതിയ ന്യൂസുകൾ, പുതിയ അപ്ഡേറ്റ്സ് എല്ലാം തന്നെ നമ്മുടെ ചാനലിലൂടെ നിരന്തരമായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുകയും അതേപറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് പബ്ലിഷ് ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ്. ഇത് JK സോളാർ പവർ സിസ്റ്റംസിന്റെ മെയിൻ ഓഫീസിന്റെ മുകളിൽ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്ന സോളാർ പാനൽസ് ആണ്. നമ്മുടെ ഓഫീസിന്റെ വർക്കിങ്ങിന് ആവശ്യമായിട്ട് ഇവിടെ ഒരു 5 സ്റ്റാർ ഇൻവെർട്ടർ AC 1 ടണ്ണിന്റെ വർക്ക് ചെയ്യുന്നുണ്ട്. കൂടാതെ അത്യാവശ്യം ഓഫീസിലുള്ള ബാക്ക് ലൈറ്റുകൾ, അങ്ങനെയുള്ള ഫാനുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ BLDC ഫാൻസ് ഒക്കെയാണ്. അപ്പോൾ ഒരു അറ്റ് എ ടൈം ഒരു 800 വാട്ട്സ് വരെയൊക്കെ ലോഡ് വരാൻ സാധ്യതയുണ്ട്. പകൽ സമയത്ത് ലൈവ് യൂസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം വേസ്റ്റേജ് ഇല്ലാതെ നമുക്ക് യൂസ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. സാധാരണഗതിയിൽ നമുക്ക് ഓഫീസൊക്കെ ഒരു 6-7 മണിയൊക്കെ അടയ്ക്കുന്നതുകൊണ്ട് തന്നെ വൈകുന്നേരങ്ങളിൽ ബാക്കപ്പ് അധികം ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള ലൈവ് പ്രൊഡക്ഷൻ കൂടുതൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള സിസ്റ്റംസ് വളരെ ലാഭകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇതേ സെയിം സിസ്റ്റംസ് നമ്മൾ നിരവധിയായിട്ട് നമ്മുടെ ചാനലിലൂടെ വീഡിയോസ് പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. JK സോളാർ പവർ സിസ്റ്റംസിനെ സംബന്ധിച്ച് ഇതൊരു ടെക്നിക്കൽ ടീമാണ്. അതുകൊണ്ട് നമ്മളൊരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുമ്പോൾ അത് ടെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ അത് മറ്റൊരു കസ്റ്റമർക്ക് നമ്മളത് സെയിൽ ചെയ്യത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് കസ്റ്റമറുടെ ഏത് സംശയത്തിനും മറുപടി കൊടുക്കത്തക്ക രീതിയിലുള്ള ഒരു അറിവ് അതിനെപ്പറ്റി നമ്മൾ മനസ്സിലാക്കിയാലേ അത് നമുക്ക് ബോധ്യപ്പെട്ട ശേഷം മാത്രമേ ഉള്ളൂ, ടെക്നിക്കലി നമ്മളത് വെരിഫൈ ചെയ്ത ശേഷം മാത്രമേ ഉള്ളൂ നമ്മളൊരു കസ്റ്റമർക്ക് അതൊരു സജസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അതൊരു മോഡലായിട്ട് നമ്മളതിനെ റീഡിസൈൻ ചെയ്ത് ഒരു സൈറ്റിലേക്ക് നമ്മളത് സജസ്റ്റ് ചെയ്യുകയോ ചെയ്യത്തുള്ളൂ. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന 3 kVA ഓഫ് ഗ്രിഡ് ഇൻവെർട്ടറും അതുപോലെ തന്നെ ലിഥിയം ബാറ്ററി, അതുപോലെ തന്നെ ഇപ്പോൾ ഈ കാണുന്ന രീതിയിൽ 590 വാട്ട്സിന്റെ 2 സോളാർ മോഡ്യൂൾസുമാണ്. ഒരു ആവറേജ് വെയിലൊക്കെ ഉള്ള ദിവസത്ത് നമുക്കൊരു 3.5 മുതൽ 5 യൂണിറ്റ് വരെയൊക്കെ ഈ 2 പാനലിന് പ്രൊഡക്ഷൻ സാധ്യമാകുന്നതാണ്. പിന്നെ നമുക്കൊരു ഓഫ് ഗ്രിഡ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ നമുക്ക് ബാറ്ററി ഫുള്ളായ ശേഷം പിന്നീട് ലൈവ് യൂസ് എത്രത്തോളം വരുന്നോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ടോട്ടൽ പ്രൊഡക്ഷൻ ഇരിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ട് മുൻപ് പല വീഡിയോകളിലൂടെ പ്രതിപാദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് സോളാർ എനർജി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർക്ക് തീർച്ചയായിട്ടും ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ JK സോളാർ പവർ സിസ്റ്റംസിന്റെ ഷോറൂം സന്ദർശിക്കാവുന്നതാണ്. എല്ലാ തരത്തിലുള്ള സോളാർ ആക്സസറീസ്, അത് സോളാർ പാനൽ മുതൽ ചാർജ് കൺട്രോളേഴ്സ്, നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ആശ പവർ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ് നമ്മൾ. അപ്പോൾ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ റേഞ്ചിലുള്ള MPPTs 12 വോൾട്ട് മുതൽ 120 വോൾട്ട് വരെയുള്ള ചാർജ് കൺട്രോളേഴ്സ്, MPPT ചാർജ് കൺട്രോളേഴ്സ് നമുക്ക് ഇന്ത്യയിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും പ്രീമിയം MPPT മോഡൽസ് ആണ്. അതുപോലെ തന്നെ PCUs, അതുപോലെ സോളാർ കോമ്പാറ്റബിൾ ആയിട്ടുള്ള ഫുൾ കോപ്പർ ട്രാൻസ്ഫോമർ വരുന്ന സൈൻ വേവ് ഇൻവെർട്ടേഴ്സ്, ഇതെല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ കാണാനും മനസ്സിലാക്കാനും ഇതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് മനസ്സിലാക്കാനൊക്കെ ആയിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ എൻക്വയറി നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കുന്നതാണ്. കാരണം നമുക്ക് ഓഫീസിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഇൻവെർട്ടർ ബാറ്ററി സിസ്റ്റം ഡീറ്റെയിൽസൂടെ കണ്ട ശേഷം വീഡിയോ അവസാനിപ്പിക്കാം. ഇത്തരത്തിലൊരു ഫ്ലാറ്റ് റൂഫ് ഇൻസ്റ്റലേഷൻ ആണ്. നമുക്കിവിടെ ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആണ്. നമ്മുടെ ഓഫീസിന്റെ മുകൾ ഭാഗത്ത് വരുന്ന ഒരു ഏരിയയിലാണ് നമ്മളിത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വാരി സോളാർ ബ്രാൻഡിങ്ങിൽ വരുന്ന 590 വാട്ട്സ് കപ്പാസിറ്റിയിൽ വരുന്ന 2 മോഡ്യൂൾസ് ആണ്. 2 ടോപ്പ് കോൺ ബൈഫേഷ്യൽ 144 സെൽസ് സോളാർ മോഡ്യൂൾസ് ആണ്. നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് മാർക്കറ്റിൽ വരുന്ന ടൈപ്പ് ഗ്ലാസ് ടു ഗ്ലാസ് മോഡ്യൂൾസ് തന്നെയാണ്. നമുക്ക് ഏകദേശം 1 കിലോവാട്ടിൽ 4 യൂണിറ്റ് ആണ് ആവറേജ് പ്രൊഡക്ഷൻ. നമ്മൾ സാധാരണഗതിയിൽ ഒരു തമ്പ് റൂളായിട്ട് പറയുന്നത്. ഇവിടെ നമുക്ക് ഏകദേശം 1.2 കിലോവാട്ടോളം പാനൽ കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് തന്നെ 5 യൂണിറ്റ് വരെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും നമുക്ക് ഓഫ് ഗ്രിഡ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ നമ്മുടെ ലോക്കൽ യൂസ് എത്രത്തോളം കൂടുന്നു കുറയുന്നു അനുസരിച്ചാണ് നമ്മുടെ പ്രൊഡക്ഷൻ വരുന്നത് നമുക്കറിയാം. ആവറേജ് ഒരു 3 യൂണിറ്റ് മുകളിൽ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഓഫീസിൽ പകൽ സമയത്ത് 1-2 BLDC ഫാനുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ബാക്ക് ലൈറ്റ് ഡിസ്പ്ലേ ബോർഡ് വരുന്നുണ്ട്. കൂടാതെ ഒരു 1 ടൺ 5 സ്റ്റാർ ഇൻവെർട്ടർ AC വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ഇൻവെർട്ടർ AC 5 സ്റ്റാർ എന്നൊക്കെ പറയുമ്പോൾ ഒരു 500 വാട്ട്സ് സംതിങ് ഒക്കെയാണ് സാധാരണഗതിയിൽ പവർ എടുക്കാൻ സാധ്യതയുള്ളത്. നമുക്കൊരു ലൈവ് ലോഡ് ഒരു 9 മണി തൊട്ട് ഒരു 7 മണി വരെ 6:30 വരെ നമുക്ക് ഏകദേശം ഒരു 800 വാട്ട്സ് അടുത്ത് ലോഡ് കണ്ടിന്യൂസ് വരുന്നുണ്ട്. അപ്പോൾ അത്രയും സമയത്തേക്ക് നമുക്ക് ഫുള്ളായിട്ട് ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു 4 യൂണിറ്റ് നമ്മുടെ ടോട്ടൽ കൺസംഷൻ കുറയ്ക്കാൻ പറ്റും. കൊമേഴ്ഷ്യൽ കണക്ഷനൊക്കെ ആകുമ്പോൾ നമുക്കറിയാം കറണ്ട് ബില്ല് കൂടുതലാണ്, ഫിക്സഡ് ചാർജ് കൂടുതലാണ്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് മിനിമൈസ് ചെയ്യാനായിട്ടും ഒരു മിനിമം ചാർജിലോട്ടൊക്കെ കൊണ്ടുവരാൻ സാധിക്കും. ഒരു 3000 രൂപയ്ക്ക് മുകളിലൊക്കെ കണ്ടിന്യൂസ് ബില്ല് വരുന്ന ഓഫീസുകൾ, സിംഗിൾ റൂം അല്ലെങ്കിൽ ഒരു 500 സ്ക്വയർ ഫീറ്റ് വരെയുള്ള ഓഫീസ് റൂമുകൾക്കൊക്കെ ഇത്തരത്തിലുള്ള സിസ്റ്റംസ് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് ബില്ല് കോൺസ്റ്റന്റ് ആയിട്ട് ഒരു 500 രൂപ റേഞ്ചിലിട്ട് നിർത്താനായിട്ട് സാധിക്കും.
നമുക്കറിയാം ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ഒക്കെ ആകുമ്പോൾ നമുക്കൊരു ഇൻഡിപെൻഡന്റ് ഒരു കടയ്ക്ക് വേണ്ടി തന്നെ ഒന്നും ഓൺ ഗ്രിഡ് സിസ്റ്റം ചെയ്യുക പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അതിന്റെ സാങ്കേതിക വശങ്ങളിലേക്ക് പോകുമ്പോഴും നിയമവശങ്ങളിലേക്ക് പോകുമ്പോഴും കുറേ അധികം നൂലാമാലകളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരെ സംബന്ധിച്ച് മുകളിൽ ഒരു 80 സ്ക്വയർ ഫീറ്റ് ഏരിയ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഒരു 2-3 പാനലുകളൊക്കെ വെച്ച് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ നമുക്കറിയാം ഓഫീസ് ആകുമ്പോൾ ഫുൾ ടൈം നമുക്ക് പവർ ബാക്കപ്പ് വേണം, അല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ സ്ഥാപനം ആകുമ്പോൾ അല്ലെങ്കിൽ ഒരു വീടാണെങ്കിൽ നമുക്ക് ഫുൾ ടൈം പവർ ബാക്കപ്പ് വേണം. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിലൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള സിസ്റ്റംസ് ഈസി ആയിട്ട് പിക്ക് ചെയ്യാവുന്നതാണ്. ഇതിന്റെ വിശദ വിവരങ്ങൾ നമുക്ക് താഴെ ഇൻവെർട്ടർ സൈഡിലേക്ക് പോയിട്ട് കാണാം. സോളാർ പവർ സിസ്റ്റംസിന്റെ ഷോറൂമിന്റെ ഉൾഭാഗമാണ്. നമ്മൾ മുൻപ് പല വീഡിയോകളിലൂടെയും ഒന്ന് പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ്. ആശാ പവർ എന്ന് പറയുന്ന പോപ്പുലർ ബ്രാൻഡിന്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ്. നമ്മുടെ ഓഫീസിന്റെ ലൊക്കേഷൻ വരുന്നത് ചേർപ്പുങ്കൽ ഭാഗത്താണ്. പാലാ ഏറ്റുമാനൂർ ഹൈവേ സൈഡിൽ ഇൻഫാൻ ജീസസ് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഒരു മധ്യഭാഗത്തായിട്ടാണ് നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത്. പ്രൊഡക്റ്റുകളെ പറ്റിയൊക്കെ നമ്മൾ വിശദീകരിച്ചിട്ടുള്ളതാണ്. ആശാ പവറിന്റെ എല്ലാ റേഞ്ചിലുള്ള MPPTs അവൈലബിൾ ആണ്. അതുപോലെ നമുക്ക് PCUs ഇൻവെർട്ടേഴ്സ് എല്ലാം അവൈലബിൾ ആണ്. പിന്നെ മറ്റു പല ബ്രാൻഡുകളുടെയും സാധാരണ ഇൻവെർട്ടറുകൾ, സോളാർ കോമ്പാറ്റബിൾ സിസ്റ്റംസ്, എക്സൽ എർത്തിങ്സിന്റെ എല്ലാ മെറ്റീരിയൽസും എർത്തിങ്ങായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ സർട്ടിഫൈഡ് മെറ്റീരിയൽസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. പിന്നെ സാധാരണ ഇൻവെർട്ടറുകൾ, ബാറ്ററികൾ, സോളാർ പാനൽസ്, ഓൺ ഗ്രിഡ് ഹൈബ്രിഡ് സിസ്റ്റംസ്. എന്തായാലും നമ്മൾ ചെയ്തിരിക്കുന്ന സിസ്റ്റം നമ്മൾ ഡിസ്പ്ലേ തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സിസ്റ്റത്തിന്റെ പർപ്പസ് എന്ന് പറയുന്നത് വരുന്ന ആൾക്കാർക്ക് കണ്ട് മനസ്സിലാക്കാനായിട്ട് ഡിസ്പ്ലേ ആയിട്ട് തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ നമ്മുടെ ഷോപ്പിലെ ബാക്കപ്പ് കാര്യങ്ങളെല്ലാം നടന്നു പോവുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിലേക്കാണ് നമ്മൾ 2 സോളാർ പാനൽ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇത് നിരവധി വീഡിയോകളോട് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ള വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സിമ്പിൾ സെറ്റപ്പാണ്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് UTL സോളാർ ബ്രാൻഡിംഗ് വരുന്ന ഗാമ പ്ലസ് എന്ന് പറയുന്ന 3 kVA സോളാർ ഇൻവെർട്ടറും UTL തന്നെ 25.6 വോൾട്ട് 100 AH ലിഥിയം ബാറ്ററി പാക്കുമാണ് വരുന്നത്. വളരെ കോമ്പാക്ട് ആയിട്ടുള്ള ഒരു സൈസിലാണ് വരുന്നത്. അത് ആൾക്കാർക്ക് കണ്ട് മനസ്സിലാക്കത്തക്ക രീതിയിൽ വർക്കിംഗ് മോഡലായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പം നമുക്ക് മെയിനായിട്ട് വരുന്ന 1-2 ഉപകരണങ്ങൾ എന്ന് പറയുന്നത് പകൽ സമയത്ത് ഈ ഒരു ബാക്ക് ലൈറ്റ് ഡിസ്പ്ലേ ബോർഡ് വരുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്കൊരു 5 സ്റ്റാർ ഇൻവെർട്ടർ AC 110 വരുന്നുണ്ട്. പിന്നെ 1-2 BLDC ഫാനുകൾ. ഇപ്പം നമുക്ക് ഫ്രണ്ട് ഏരിയ ഇത്രയും ഗ്ലാസ് വരുന്നുണ്ട് തന്നെ വെയിലുള്ള സമയത്ത് നമുക്ക് മാക്സിമം AC ഫുൾ സ്വിങ്ങിൽ വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ പകൽ സമയത്ത് അതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ലോഡ് വരുന്നത്. പിന്നെ നമുക്കൊരു ക്യാബിനുണ്ട്. ക്യാബിനുള്ളിൽ 1-2 ലൈറ്റുകൾ, പിന്നെ ബാക്ക് സൈഡിൽ ഗോഡൗൺ വരുന്നുണ്ട്. അവിടെ 1-2 ലൈറ്റുകൾ, ഫാനുകൾ വരുന്നത്. ഫുൾ ടൈം ഒന്നും ഉപയോഗം വരുന്നില്ല. പിന്നെ ഒരു ക്യാമറ, 1-2 ക്യാമറാസ് ഉണ്ട്. പിന്നെ ഉപയോഗിക്കുന്ന സമയങ്ങളിൽ സിസ്റ്റം, പ്രിന്റർ, ഇങ്ങനെയുള്ള ഡിവൈസുകളൊക്കെയാണ് നമ്മൾ ഇതിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് നമ്മളൊരു 95% ഉപകരണങ്ങൾ ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഡിസ്പ്ലേ പാരാമീറ്റേഴ്സ് ഒക്കെ നമ്മൾ മുൻപ് ഒരുപാട് വീഡിയോകളോട് വിശദമായിട്ട് പ്രതിപാദിച്ചിട്ടുള്ളതാണ്. 26.3 വോൾട്ട് ബാറ്ററി വരുന്നുണ്ട്. അതുപോലെ ആംബിയർ 15 ആംബിയറിലാണ് നമുക്ക് പ്രൊഡക്ഷൻ ബാറ്ററിയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ലോഡിലേക്ക് ഉപയോഗം നടക്കുന്നത്. 12 വോൾട്ട് കാണുന്നുണ്ട്. 40% ലോഡുണ്ട്. AC ഫുൾ സ്വിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പകൽ സമയത്ത് ഫുള്ള് നമ്മളിവിടെ 2 പാനൽ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അതാണ് നമുക്ക് ഈ ഒരു സിസ്റ്റം കൊണ്ടുള്ള ഗുണം. ഇതിൻ്റെ കൂടെ 2 പാനലോട് നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഫുള്ളായിട്ട് നമുക്കിത് യൂട്ടിലൈസ് ചെയ്യാം. ഇൻവെർട്ടർ ഡീറ്റെയിൽസ് നമ്മൾ മുൻപ് പല വീഡിയോകളുടെയും ഒരുപാട് വിശദീകരിച്ചിട്ടുള്ളതാണ്. നമുക്ക് ഏകദേശം ഒരു 1800 വാട്ട് വരെയൊക്കെ സ്മൂത്തിൽ റൺ ചെയ്യാം. 2000 വാട്ടിന് മുകളിലൊക്കെ റൺ ചെയ്യാൻ അത്ര സേഫ് ഒന്നും അല്ല ഈ ഇൻവെർട്ടർ. ഇതിൽ നമുക്ക് ഒരു 1500 വാട്ടിനുള്ളിലുള്ള ലോഡുകളൊക്കെ വളരെ സ്മൂത്ത്ലി റൺ ചെയ്യാം. വീടുകളിലൊക്കെ ആണെങ്കിൽ ഒരു ഇൻവെർട്ടർ ടെക്നോളജി, ഫ്രിഡ്ജ്, അത്യാവശ്യം എല്ലാ ലൈറ്റുകൾ, ഫാനുകൾ, TV, കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ അത്, CC ക്യാമറ, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഫുൾ ടൈം നമുക്ക് ഇത്തരത്തിലുള്ള സിസ്റ്റത്തിൽ കൊടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഒരു 4 പാനലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പകൽ സമയത്ത് AC ഒക്കെ ഫുൾ ടൈം വർക്ക് ചെയ്യിപ്പിക്കാം. വീടുകളാകുമ്പോൾ നമുക്ക് രാത്രിയിലും ബാക്കപ്പ് വേണ്ടിക്കൊണ്ട് പകൽ സമയത്ത് AC ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ 4 പാനൽ കൊടുക്കണം. കാരണം രാത്രിയിൽ അല്ലെങ്കിൽ ബാറ്ററിയിൽ അധികം ബാക്കപ്പ് ഉണ്ടാവില്ല. ബാറ്ററി 25.6 വോൾട്ട് 100 AH ആണ്. ഇപ്പോൾ വരുന്ന ബാറ്ററികളൊക്കെ അല്പം ബെഡ് ടൈപ്പ് ആണ്, വലിയ ഹൈറ്റ് വരുന്നില്ല. അപ്പോൾ നമുക്ക് 2.5 യൂണിറ്റ് ആണ് ഈ ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. 2.5 യൂണിറ്റ് കറണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം 500 വാട്ട്സ് 5 മണിക്കൂർ വർക്ക് ചെയ്യിപ്പിക്കാൻ. അത് ഐഡിയലാണ്. പ്രാക്ടിക്കൽ കേസ് വരുമ്പോൾ നമുക്കൊരു 1.9 യൂണിറ്റ് 2 യൂണിറ്റ് വരെയൊക്കെയാണ് മാക്സിമം ഇതിന് ഡിസ്ചാർജ് ചെയ്തെടുക്കാൻ സാധിക്കുന്നത്. സാധാരണ ഇതിലൊരു 140 അല്ലെങ്കിൽ 150 AH 2 ബാറ്ററികൾ ഉപയോഗിക്കുന്ന സെയിം ബാക്കപ്പ് ഈ സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. 5 വർഷമാണ് ഈ ബാറ്ററിക്ക് വാറണ്ടി കമ്പനി കൊടുക്കുന്നത്. ഇൻവെർട്ടറിന് 3 വർഷവും വാറണ്ടി വരുന്നുണ്ട്. ഇതിന്റെ വിശദ വിവരങ്ങൾ അറിയാനായിട്ട് നമ്മുടെ JK സോളാർ പവർ സിസ്റ്റംസിന്റെ ചാനൽ വിസിറ്റ് ചെയ്താൽ മതി. ഇത്തരത്തിലുള്ള നിരവധി ഇൻസ്റ്റലേഷൻ വീഡിയോസ് നമ്മുടെ ചാനലിൽ കുറെ വർഷങ്ങളായിട്ട് പോസ്റ്റ് ചെയ്ത വീഡിയോസ്, പഴയ വീഡിയോസ്, സൈറ്റ് കണ്ടീഷൻസ്, പല വീഡിയോകളിൽ ചെയ്തിട്ടുള്ള വീഡിയോസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പം കൂടുതൽ വിശദ വിവരങ്ങൾ അറിയാനോ ഇൻസ്റ്റലേഷൻ ആവശ്യങ്ങൾക്കായിട്ട് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുകളിൽ ഏത് വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓൾറെഡി ഓൺ ഗ്രിഡ് സിസ്റ്റം ഒക്കെ ചെയ്തവരെ സംബന്ധിച്ച് നല്ലൊരു ബാക്കപ്പ് സൊല്യൂഷൻ ആവശ്യമുണ്ട്. വീട്ടിലുള്ള നിലവിലുള്ള പഴയ ഇൻവെർട്ടർ ബാറ്ററിയൊക്കെ ഏകദേശം മാറാറായതാണ്. ഇത്തരത്തിലുള്ള മെയിൻ്റനൻസ് ഫ്രീ ആയിട്ടുള്ള സിസ്റ്റംസ് ചെയ്യാം. നമുക്കറിയാം 2 ലെഡ് ആസിഡ് ബാറ്ററികളൊക്കെ വെള്ളം ഒഴിച്ച് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരു 8 വർഷത്തേക്ക് വലിയ പ്രോബ്ലംസ് വരാൻ സാധ്യതയില്ല. അതുപോലെ തന്നെ നിലവിൽ നമുക്ക് 2000 രൂപ സംതിങ് ഒക്കെ ബില്ല് വരുന്ന ആൾക്കാരെ സംബന്ധിച്ച് ബില്ല് നല്ല രീതിയിൽ ലിമിറ്റ് ചെയ്യണം. ഇനി പകൽ സമയത്തൊക്കെ ഒരു ചെറിയ ഇൻവെർട്ടർ AC ഒക്കെ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള
സിസ്റ്റം ചെയ്ത് 4 പാനലൊക്കെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ആപ്റ്റ് ആയിരിക്കും. പിന്നെ വീട്ടിലുള്ള ഫ്രിഡ്ജ്, ലൈറ്റ്, ഫാന്, മറ്റ് ചെറിയ ലൈറ്റ് ലോഡുകളെല്ലാം തന്നെ കണക്ട് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് ഈ സിസ്റ്റം നമുക്ക് ഉപയോഗിക്കാം. ഇതൊരു ഫുൾ ടൈം പവർ ബാക്കപ്പ് സൊല്യൂഷനായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സംവിധാനമാണ്. ഒരു 3 മുതൽ 4 ബെഡ്റൂം വരെയുള്ള വീടുകളിൽ നമുക്ക് ഈസി ആയിട്ട് എല്ലാ ലൈറ്റ് ലോഡുകളും, കംപ്ലീറ്റ് ലൈറ്റ്, ഫാന്, പ്ലഗ് പോയിന്റുകൾ, അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കാൻ ഒരു മിക്സിയുടെ പോയിന്റ്, അതുപോലെ തന്നെ ഫ്രിഡ്ജ്, പിന്നെ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ ഉണ്ട്. അത്തരത്തിലുള്ള എല്ലാ സാധനങ്ങളും നല്ല വെയിലുള്ള സമയത്ത് കണക്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. വീടുകളെ സംബന്ധിച്ച് നമുക്ക് കോൺസ്റ്റന്റ് ലോഡ് എന്ന് പറയുന്നത് പകൽ സമയത്ത് അധികം ഇല്ല, ഒരു ഫ്രിഡ്ജ് മാത്രമേ വരുള്ളൂ. ഇവിടെ ഇപ്പോൾ നമ്മൾ ഓഫീസിൽ ഫുൾ ടൈം ഒരു AC വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം ഒരു 500 വാട്ട്സ് കോൺസ്റ്റന്റ് ലോഡ് എപ്പോഴും ഉണ്ടാവും. JK സോളാർ പവർ സിസ്റ്റംസ് എന്നുള്ള ഏകദേശം ഒരു 10 വർഷമായിട്ട് സോളാർ ഇലക്ട്രിക്കൽ മേഖലയിൽ ഇൻസ്റ്റലേഷൻസ്, സർവീസസ്, അത് ഇലക്ട്രിക്കൽ കൺസൾട്ടേഷൻ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടീമാണ്. അപ്പോൾ സോളാറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള, എനർജി സിസ്റ്റംസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതൊരു സംശയങ്ങൾക്കും താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. നമ്മുടെ ഇത്തരത്തിലുള്ള വിശദമായിട്ടുള്ള വീഡിയോസ്, ടെക്നിക്കലി സൗണ്ട് ആയിട്ടുള്ള വീഡിയോസ്, അതുപോലെ തന്നെ ഡീറ്റെയിൽസ് കിട്ടുന്നതിനായിട്ട് ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഉപകരിക്കും തീർച്ചയായിട്ടും. അതുപോലെ തന്നെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. അപ്പോൾ മറ്റൊരു സോളാർ ഇൻസ്റ്റലേഷൻ അല്ലെങ്കിൽ സോളാർ എനർജി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് ചാനലിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.